നമസ്കാരം. 2014 മെയ് 26-ാം തീയതി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് കൃത്യം 8 മാസം മുൻപ് ഇറ്റലിയിലെ ഒരു കോടതി ഒരു സുപ്രധാന വിധി പ്രസ്താവം നടത്തിയിരുന്നു. ഒരു ഇറ്റാലിയൻ പ്രതിരോധ കമ്പനിയുടെ ചെയർമാൻ, 2 ഇടനിലക്കാർ എന്നിവരുൾപ്പെടെ 4 പേരെ ഒരു അഴിമതി കേസിൽ, കൈക്കൂലി അഴിമതി കേസിൽ കുറ്റക്കാരായി വിധിക്കുന്നതായിരുന്നു ഈ വിധി. എന്നാൽ ഈ വിധിയുടെ വിശദ വിവരം പുറത്തുവിടരുത് എന്നുള്ള ഒരു വലിയ സമ്മർദ്ദം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്ന് നമുക്കറിയാം, ഭരിച്ചിരുന്നത് UPA സർക്കാരായിരുന്നു. UPA സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ സമ്മർദ്ദങ്ങളുടെ ഫലമായി ആ വിവരങ്ങളൊന്നും ഇതുവരെയും ഇറ്റലി പുറത്തുവിട്ടിട്ടുമില്ല. കാരണം അത്തരത്തിൽ വിശദമായി ഈ വിധി പ്രസ്താവം പുറത്തുവിട്ടു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിൽ ഒരു വലിയ വിറയൽ സൃഷ്ടിച്ചേക്കാം എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇറ്റാലിയൻ സർക്കാർ അത് പരസ്യമാക്കാതിരുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് VVIP ഹെലികോപ്റ്റർ അഴിമതിയിൽ 600 കോടിയിലധികം രൂപയുടെ കിക്ക് ബാക്ക് കൈപ്പറ്റിയ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന്റെയും ഇടനിലക്കാരുടെയും ഒക്കെ പേരുകൾ അതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് രഹസ്യരേഖകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിക്ക് ശേഷം ഇറ്റലിയിൽ നിന്നും മടങ്ങിയെത്തുന്നത്. ഈ മടങ്ങിയെത്തുന്ന വരവിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നീക്കം കൂടി നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പഴയ അഴിമതി കേസുകളെല്ലാം തന്നെ വീണ്ടും വെളിച്ചത്ത് വരാൻ പോവുകയാണ്. രഹസ്യമായി സൂക്ഷിച്ചിരുന്ന എല്ലാ വിവരങ്ങളും പരസ്യപ്പെടുത്താൻ പോവുകയാണ് എന്ന നിർണായകമായ തീരുമാനമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. താൻ അധികാരത്തിലേറിയാൽ 6 മാസത്തിനുള്ളിൽ ചില കുടുംബ പാർട്ടികൾ ഇല്ലാതാകുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി പറഞ്ഞത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. 2014 വിദേശത്ത് പണം നിക്ഷേപിച്ചവരെയും കമ്മീഷൻ വാങ്ങിയവരെയും ഒക്കെ തുറന്നു കാട്ടുമെന്നുകൂടി മോദി പറഞ്ഞിരുന്നു. പലരുടെയും പേര് വിവരങ്ങളും സ്വിസ് നിക്ഷേപ വിവരങ്ങളും ഇന്ന് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതി എന്ന് പറഞ്ഞിരുന്നത് പേരുകൾ പുറത്തു വിടരുത് എന്നായിരുന്നു. കേന്ദ്രത്തോട് അത്തരത്തിലുള്ള ഒരു ആവശ്യം സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നു. അതിനെതിരെയുള്ള നിയമ പോരാട്ടം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ രാജ്യത്തെ മുൻപ് പിടിച്ചുകുലുക്കിയ വമ്പൻ അഴിമതിയുടെ വിവരങ്ങൾ കേന്ദ്രം പുറത്തുവിടാൻ ഒരുങ്ങുന്നത്. അത് ഇറ്റാലിയൻ ഭരണകൂടം കൂടി ഇടപെട്ട ഒരു കേസാണ്. അവിടുത്തെ കോടതിയാണ് അതിൽ വിധി പുറപ്പെടുവിച്ചത്. എന്തായാലും പേര് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു പ്രമുഖ കുടുംബാധിപത്യ പാർട്ടിയിലെ ആരൊക്കെ അതിൽ ഉൾപ്പെട്ടിരുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ നിരത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. നിലവിൽ എന്തായാലും ഈ വലിയ അഴിമതി കഥ എപ്പോഴായിരിക്കും കേന്ദ്രം പുറത്തുവിടുക എന്ന വലിയ കാത്തിരിപ്പിലാണ് അന്താരാഷ്ട്ര സമൂഹവും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.